വീട്ടിലെ ജോലി മുഴുവൻ ഞാൻ തന്നെ എടുക്കണം. ഞായറാഴ്ചയായിട്ട് എന്നെ ഒന്ന് സഹായിക്കാൻ രണ്ടെണ്ണത്തിനും കിട്ടില്ല. പുറത്തു പോയിട്ട് വരാം. പുറത്ത് പോട്ടെ എന്നോ? എവിടത്തേക്ക്? ഞായറാഴ്ചയല്ലേ, വീട്ടിലിരുന്നു കൂടെ? അത് പിന്നെ ദേവുവിന്റെ വീട്ടിൽ എല്ലാ ദിവസവും സ്കൂളിൽ നിന്നും അവളെ കാണുന്നതല്ലേ, പിന്നെ എന്തിനാ പോകുന്നത്? ഞായറാഴ്ച ലീവ് കിട്ടുമ്പോൾ എന്നെ ഒന്ന് സഹായിച്ചുകൂടെ? ഇവിടെ ഇരുന്നിട്ട് ബോറടിക്കുന്നു. ഒരു ഞായറാഴ്ചയല്ലേ കളിക്കാൻ കിട്ടുന്നത്. പ്ലീസ് അമ്മ, ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം. എല്ലാത്തിനും നിങ്ങൾക്ക് ന്യായം ഉണ്ടാവുമല്ലോ. ശരി, എന്നാൽ ഒന്ന് പെട്ടെന്ന് പോയിട്ട് വാ. അമ്മ, ഞങ്ങൾ പെട്ടെന്ന് പോയി വരാം. എന്നാ വാടാ അപ്പു, നമുക്ക് പോകാം. എന്നാ വാ. ഈ മക്കളുടെ ഒരു കാര്യം, ഒരു ദിവസം വീട്ടിലിരിക്കില്ല. ശരിയാ അവര് പറഞ്ഞത്, അവർക്ക് ഞായറാഴ്ചയല്ലേ കിട്ടുന്നത്, അവര് കളിക്കാൻ പോട്ടെ. ഇന്ന് 4 മണിക്ക് എഴുന്നേറ്റത് കൊണ്ട് നല്ല ക്ഷീണമുണ്ട്. ഞാനൊന്ന് കിടക്കട്ടെ. രണ്ടുപേരും വഴക്കൊന്നും കൂടരുത് കേട്ടോ. ഇനിയാ മറ്റും ഞാൻ ഇവിടെ കിടക്കുമ്പോൾ അത് ഇതെന്ന് പറഞ്ഞ് വഴക്ക് കൂടിയാൽ രണ്ടുപേരുടെയും കൈയും കാലും ഞാൻ കെട്ടിയിടും. എന്നിട്ട് കണ്ണിൽ മുളകെയ്തു. മനസ്സിലായാ? എടി ജാനി, നിന്റോടും കൂടിയാ ഞാൻ പറയുന്നത്. കെട്ടിച്ച് വിടാനായിക്ക്. എന്നാലോ അടികൂടലിന് നീ ഒട്ടും മോശമല്ല. ഇല്ല അമ്മ, വഴക്കൊന്നും കൂടില്ല. എനിക്ക് കുറെ ഹോംവർക്ക് ഉണ്ട് ചെയ്യാൻ. ഞാൻ അതൊക്കെ ചെയ്യാൻ പോവുകയാ. ദേവു, നീയും ചെല്ലി എന്തെങ്കിലും എടുത്തു വെച്ച് 2 അക്ഷരം പഠിച്ചോ. ഏത് സമയവും പഠിക്കാൻ പറയുമ്പോൾ ഇത് തന്നെയല്ലേ നിന്റെ മറുപടി? പരീക്ഷാ പേപ്പറിൽ ഞാൻ അതൊക്കെ കണ്ടതാണല്ലോ. വലിയ കുമ്പളങ്ങിയും വാങ്ങിയെങ്കി വരും. എന്നിട്ട് അവളുടെ വർത്താനം എന്നാ ഞാനൊക്കെ പഠിച്ചെന്ന്. ശരി ശരി, നീ പഠിക്കുന്നില്ലെങ്കിൽ പഠിക്കണ്ട. നീ അപ്പുറത്തേക്ക് ചെല്ലി, ഞാനൊന്ന് കുറച്ച് കിടക്കട്ടെ. നമുക്ക് ദേവുവിനെയും കൂട്ടി പുളി പെറുക്കാൻ പോകാം. ശരിയാ, അവിടെ നല്ലോണം പുളിയുണ്ട്. നമുക്ക് അവിടെ ചെല്ലാം. അവൾ ഇവിടെ ഇല്ല എന്നാ തോന്നുന്നത്. അമ്മുവും അപ്പുവുമാണല്ലോ, കളിക്കാനായിരിക്കും വന്നത്. നിങ്ങൾ അവിടെ തന്നെ നിന്നത്? ഇങ്ങു വാ, നീ ഇങ്ങു വാ. നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ് നിനക്ക് പറയാനുള്ളത്? എടി, നീ ഞങ്ങളോടൊപ്പം പുളി പെറുക്കാൻ പോരുന്നോ? ഹായ്, പുളി പെറുക്കാനോ? എനിക്കും വരണം. പക്ഷേ അമ്മയോട് എന്ത് പറയും? അമ്മ വിടുമോ എന്നറിയില്ല. നീ പോയി അമ്മയോട് എന്തെങ്കിലും പറ, എന്നിട്ട് പെട്ടെന്ന് വാ. സൈക്കിളിങ് എടുത്തു, കുറച്ച് ദൂരെ പോകാനുള്ളതല്ലേ, അതിൽ പോകാം. എന്റെ സൈക്കിൾ പഞ്ചറായടി. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യുക? സാരമില്ല, ചേച്ചിയുടെ സൈക്കിൾ ഉണ്ട്, അത് അവൾ കാണാതെ എടുക്കാം. സൈക്കിളിന്റെതൊന്നും അല്ലടി പ്രശ്നം. അമ്മയോട് എന്താ ഞാൻ പറയുക? നീ പോയി എന്തെങ്കിലും കളവ് പറഞ്ഞിട്ട് വാ. നല്ല രസമുള്ള പുളിയുണ്ട് അവിടെ. ശരി ശരി, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പെട്ടെന്ന് വരാം. ശരി, നീ പെട്ടെന്ന് ചെല്ലുന്നാൽ. അമ്മ നല്ല ഉറക്കിലാണല്ലോ. ഞാനിപ്പോ എന്താ ചോദിക്കുക? വഴക്ക് കിട്ടുമോ? അമ്മ അമ്മ അമ്മേ അമ്മേ അമ്മേ, ഒന്ന് കണ്ണു തുറക്ക്. എന്താ ദേവു, നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് സമയം കിടക്കട്ടെ എന്ന്? നല്ലൊരു ഉറക്കായിരുന്നു. നീ എന്താ ഇങ്ങനെ എന്നെ ഒരു അരമണിക്കൂർ കിടക്കാൻ വിടാത്തത്? പുറത്തു പോയിക്കോട്ടെ. നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? ബുക്ക് എടുത്ത് വെച്ച് പഠിക്കാനല്ലേ? പ്ലീസ് അമ്മ, ഞാൻ ഇവിടം വരെ പോകുന്നതാ. പെട്ടെന്ന് വരാം. വന്നിട്ട് ഞാൻ രാത്രി വരെ പഠിച്ചോളാം. രാത്രി വരെ പഠിക്കുന്ന ഒരു മോള് ഒരു 5 മിനിറ്റ് കിടക്കാനും വിടില്ല. ശരി, എന്നാൽ ഒന്ന് പെട്ടെന്ന് പോയിട്ട് വാ. ആ സാധനം വരുന്നതിന്റെ മുന്നേ പെട്ടെന്ന് ഇതെടുത്ത് പോകാം. നീ എന്റെ സൈക്കിൾ എന്തിനാ എടുത്തത്? നിന്റെയാണ് ഞാൻ പറഞ്ഞത്. നീ അവിടെ വെക്ക, എന്റെ സൈക്കിൾ നീ എടുക്കണ്ട. ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പിടിച്ചോ. ചേച്ചിയുടെ സൈക്കിളെ ഞാൻ പെട്ടെന്ന് കൊണ്ടുതരാം കേട്ടോ. ദേവു, നിന്നോടല്ലേ പറയുന്നത് എന്റെ സൈക്കിൾ എടുക്കണ്ട എന്ന്? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഇതിന്റെ ആവശ്യമുണ്ട്. ഞാൻ പെട്ടെന്ന് കൊണ്ടുതരാം. എന്റെ സൈക്കിള് അമ്മ, എന്റെ സൈക്കിള്, എന്റെ സൈക്കിള് അവളോട് വെക്കാൻ പറ. നല്ല രസമുണ്ട്. എടി അമ്മു, അവിടെ നിൽക്ക്. നിൽക്കാനൊന്നും നേരമില്ലടി, ഒന്ന് പെട്ടെന്ന് വാ. എന്റെ പുളി തിന്നാൻ കൊതിയാവുന്നു. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്പീഡിൽ ഓടിക്കാം. എന്നിട്ട് ആരാ മുന്നിലെത്തുന്നത് നോക്കാം. അതാ നല്ലത്. അയ്യോ അമ്മേ, അയ്യോ, ഇതെന്താ പറ്റിയത്? എടി ദേവു, സൈക്കിൾ ഈ കുറ്റിയിൽ അടിച്ച് വീണതാ. എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? ഇല്ലടി, ഒന്നും പറ്റിയിട്ടില്ല. എന്റെ കാലിന് ചെറുങ്ങനെ വേദനയുണ്ട്. കാലിന് വേദനയുണ്ടെന്നോ? അപ്പൊ നമുക്ക് പുളി പെറുക്കാൻ പോകാനാവില്ലേ? നീ അവിടെ കിടന്ന് കരയാതെ ഒന്ന് എഴുന്നേറ്റ് നോക്ക്. എന്തെങ്കിലും പറ്റിയോ എന്നറിയാം. ശരിയാ അപ്പു, നീ ഒന്ന് എഴുന്നേറ്റ് നോക്ക്. എന്റെ കാലിന് ചെറുങ്ങനെ വേദനയുണ്ട്. എന്നാ പിന്നെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. വേണ്ട, തിരിച്ച് വീട്ടിലേക്കൊന്നും പോകണ്ട. നമുക്ക് പുളി തന്നെ പെറുക്കാൻ പോകാം. പക്ഷേ പുളി പെറുക്കാൻ പോകാൻ സൈക്കിൾ ഇല്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? അതൊന്നും പ്രശ്നമില്ലടി, നിങ്ങളും കൂടി ഈ സൈക്കിളിൽ കയറിക്കോ. നമുക്ക് ഈ സൈക്കിളിൽ പോകാം. നമുക്ക് 3 പേർക്ക് അതിൽ കയറാൻ പറ്റും.
അമ്മോ, സൈക്കിളിന് കേട് വരില്ലേ? ഇത് ജാനിയുടെ സൈക്കിൾ അല്ലേ? ഈ ചേച്ചിയുടെ സൈക്കിളിന് എന്താ കോമ്പുണ്ടോ? അതൊന്നും പ്രശ്നമില്ല, നിങ്ങൾ എന്റെ സൈക്കിളിൽ കഴിക്കും. എന്നാ പിന്നെ അമ്മു, നമുക്ക് ഈ സൈക്കിളിൽ പോയാലോ? എടി, ഈ സൈക്കിളിൽ പോയാൽ കുഴപ്പമാവില്ലല്ലോ? ഇല്ലടി, ഒരു കുഴപ്പവുമാവില്ല. നിങ്ങൾ ധൈര്യത്തിൽ വാ, നമുക്ക് ഇതിൽ തന്നെ പോകാം. എന്നാ വാ, ഈ സൈക്കിൾ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് പോകാം. നല്ല രസമുണ്ട്. ഹായ് അമ്മു, മുകളിലോട്ട് നോക്ക്, എത്രയാ പുളി. എടാ അപ്പു, നീ മുകളിൽ കയറി അതൊക്കെ പറിക്ക്. ഞാൻ കയറി പറിക്കാം.